ഇനി നമുക്ക് തമിഴിൽ റിലീസായ കോൺ സിറ്റി എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായ ശരവണനെയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത്. ശരവണന്റെ ഭാര്യ മിത്ര. ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകനുണ്ട്, ജീവ. ജീവയ്ക്ക് കാലിന് സുഖമില്ലാത്ത കുട്ടിയാണ്. ഇവരുടെ വീട്ടില് ശരവണന്റെ സഹോദരനായ ജാക്കിയും അമ്മയായ ജാനകിയുമാണുള്ളത്. ഇവർ നാലുപേരും ചേർന്ന് കർണാടകയിലാണെങ്കിലോ ഹോട്ടൽ ബിസിനസ് നടത്തുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജീവയെ ശരവണൻ പതിവ് പോലെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. അന്നേ ദിവസം വൈകുന്നേരം ജീവയെ വിളിക്കുവാനായി പോകുന്നതും ശരവണനായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായാണ് സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിലേക്ക് എത്തുന്ന സമയത്തോ ജീവ സ്കൂളിലില്ല. ജീവയെ കാണാത്തത് കൊണ്ട് തന്നെ ശരവണൻ അന്വേഷിക്കുമ്പോഴോ ജീവയുടെ ചിറ്റപ്പൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയെന്നാണ് ടീച്ചർമാർ പറയുന്നത്. ജീവയ്ക്ക് അങ്ങനൊരു ചിറ്റപ്പനേ ഇല്ല എന്ന് ശരവണൻ മറുപടി പറയുന്നു. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത സമയത്തോ ജീവയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആളിനെ കണ്ട് ശരവണനും മിത്രയുമൊക്കെ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാ കാണിക്കുന്നത്. ഈ ശരവണൻ ഒരു ബാച്ചിലറാണ്. ശരവണനാണെങ്കിലോ ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതും. ശരവണന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട് വയ്ക്കുന്നതിന് മുൻപ് തന്നെ അമ്മ മരണപ്പെട്ടു പോയി. അമ്മയുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ശരവണൻ കാശൊക്കെ കടം വാങ്ങി സ്വന്തമായിട്ടൊരു വീട് വെച്ചു. എന്നാൽ ഇപ്പോൾ ആ ഒരു കടം വാങ്ങിയ കാശൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആളുകളൊക്കെ വല്ലാതെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോണൊക്കെ എടുത്താണ് വീട് വെച്ചിരിക്കുന്നത്. കടക്കാരുടെ പ്രശ്നം കാരണം വീടിന്റെ പിറകുവശം വഴിയാണ് അവൻ ഇറങ്ങിപ്പോകുന്നതും. മറ്റൊരു വശത്ത് മിത്രയാണ് കാണിക്കുന്നത്. മിത്ര ഗർഭിണിയായതുകൊണ്ട് തന്നെ ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുക. കുട്ടിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. മിത്രയുടെ ഹസ്ബൻഡിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്തോ മിത്ര അതിന് മറുപടി കൊടുക്കുന്നതേയില്ല. എന്നിട്ട് മിത്ര വീട്ടിലേക്ക് വരുന്ന സമയത്ത് മിത്രയുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം പുറത്തു വാരിയിട്ടിരിക്കുകയാണ്. മിത്ര 5 വർഷത്തേക്ക് വീട് ലീസിനെടുത്താണ് താമസിച്ചിരുന്നത്. ഒരു കമ്പനി വഴിയാണ് വീട് ലീസിനെടുത്തതും. എന്നാൽ ആ കമ്പനി മിത്രയെ പറ്റിച്ചതായിരുന്നു. യഥാർത്ഥ ഓണർ വന്നിട്ടാണ് വീട്ടിൽ നിന്നും അവളുടെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വാരിയിട്ടത്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മിത്ര നേരെ തന്റെ കൂട്ടുകാരിക്കടുത്തേക്ക് പോകുന്നു. മറ്റൊരു വശത്ത് ജാക്കിയാണ് കാണിക്കുന്നത്. ജാക്കിക്കാണെങ്കിൽ സിനിമാ നടനാകണമെന്നും സ്വന്തമായിട്ട് സിനിമ എടുക്കണമെന്നുമൊക്കെ നല്ല ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു. ജാക്കിയുടെ അമ്മയാണ് ജാനകി. ജാക്കിയുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ദിവസം വയ്യാതാകുന്നു. ടെസ്റ്റൊക്കെ എടുത്തു നോക്കുന്ന സമയത്തോ ഡോക്ടർ പറയുന്നത് അമ്മയ്ക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ ആണെന്നാണ്. അത് കേട്ടതോടുകൂടി ജാക്കി ആകെ തകർന്നു പോകുന്നു. അമ്മയുടെ ചികിത്സ നടത്തണമെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയാകും. എന്തു ചെയ്യുമെന്ന് അവർ ആലോചിക്കുക. ജാക്കിയുടെ അച്ഛൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുമായിരുന്നു. മാത്രവുമല്ല വീട് വിൽക്കാമെന്ന് കരുതിയാലോ ട്രസ്റ്റിന്റെ കീഴിലാണ് വീട് വന്നിരിക്കുന്നതും. അതുകൊണ്ട് വീട് വിൽക്കാനും പറ്റുന്നില്ല. അച്ഛൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ ആ വഴിയിൽ കാശൊപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ അവൻ തിരക്കുന്നു. പക്ഷേ നടക്കുന്നതേയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, സോഷ്യൽ മീഡിയ വഴി കാശൊപ്പിക്കാമെന്നും അവൻ കരുതുന്നു. അങ്ങനെ തന്റെ അമ്മയുടെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടി പല സ്ഥലത്തു നിന്നും അവർക്ക് കാശ് വരുവാനായും തുടങ്ങി. മറ്റൊരു വശത്ത് ശരവണനെയാണ് കാണിക്കുന്നത്. ശരവണന്റെ കയ്യിലാണെങ്കിലോ ഒട്ടും തന്നെ കാശേയില്ല. ശരവണൻ ഒരു ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ അവൻ പതിവായിട്ട് ഫുഡ് കഴിക്കുന്നത് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ്. ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയം ശരവണൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഹോട്ടൽ ഉടമ കറണ്ട് ബിൽ അടയ്ക്കുവാനായിട്ട് ശരവണനെ ഏൽപ്പിക്കുന്നു. ശരവണൻ പതിവ് പോലെ ഓഫീസിലേക്ക് എത്തുന്ന സമയം ശരവണനെ ഫോളോ ചെയ്ത് പലിശക്കാരുമുണ്ടായിരുന്നു. അവനെ കാശ് ചോദിച്ച് വല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരവണന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് കറണ്ട് ബിൽ അടയ്ക്കുവാൻ തന്ന കാശും. അതെടുത്ത് പലിശക്കാർക്ക് കൊടുത്ത് അവരെ ഒഴിവാക്കി വിടുന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും? കാശെടുത്ത് പലിശക്കാർക്ക് കൊടുത്തല്ലോ എന്ന് ശരവണൻ ചിന്തിക്കുന്നു. എന്നിട്ട് അവനാണെങ്കിലോ ഒരു പേപ്പറിൽ കറണ്ട് ബിൽ അടച്ചു എന്നതിന്റെ ഒരു റെസിപ്റ്റും കൊണ്ടാണ് കട ഉടമയ്ക്കടുത്തേക്ക് എത്തുന്നത്. എന്നിട്ട് പറയുന്നതോ ഇന്ന് മെഷീൻ കംപ്ലൈന്റ് ആയിപ്പോയി, അതുകൊണ്ടാ പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നതെന്നും അവൻ കള്ളം പറയുന്നു. അത് ഹോട്ടലുടമ വിശ്വസിക്കുകയും ചെയ്തു. മറ്റൊരു വശത്ത് മിത്രയാണ് കാണിക്കുന്നത്. മിത്ര പുതിയൊരു ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തെന്നാൽ ഈ ഓണർമാർക്ക് കൃത്യമായിട്ട് നോക്കാൻ കഴിയാതെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടുകളില്ലേ, ആ വീടുകളൊക്കെ കണ്ടെത്തി അതിന്റെ ഓണർക്കടുത്തേക്ക് എത്തും. എന്നിട്ട് അവരോട് പറയുന്നത് പുതുതായിട്ട് അവർ ഒരു കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. ആ കമ്പനിയിൽ ചെയ്യുന്ന ജോലികൾ എന്തെന്നാൽ ഓണർമാർക്ക് കൃത്യമായിട്ട് നോക്കാൻ കഴിയാത്ത വാടക വീടുകൾ അവർ ഏറ്റെടുക്കും. എന്നിട്ട് അത് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം വാടകക്കാരുടെ കയ്യിൽ നിന്നും കൃത്യമായിട്ട് കാശ് വാങ്ങി ഓണർക്ക് എല്ലാ മാസവും കൊടുക്കും. ഇപ്പോൾ അഥവാ ഒരു മാസം വാടകക്കാർക്ക് കാശ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാശ് ഈ ഏറ്റെടുക്കുന്നവർ തന്നെ കൊടുക്കും. പക്ഷേ 10% അവർ ഈടാക്കുകയും ചെയ്യും.
അങ്ങനെ മിത്ര പുതുതായിട്ടൊരു വാടക വീട് കണ്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ ഓണറിനടുത്തേക്കും എത്തി ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നു. അയാൾക്കിത് നല്ലതാണെന്ന് തോന്നി അവർ എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിത്രയാണെങ്കിലോ പുതിയൊരു കമ്പനിയും സ്റ്റാർട്ട് ചെയ്യുകയാണ്. മിത്രയുടെ കാര്യം അങ്ങനെ നല്ല രീതിക്ക് കഴിഞ്ഞു പോകുന്നു. മറ്റൊരു വശത്ത് ജാക്കിയാണ് കാണിക്കുന്നത്. ജാക്കി തന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാശൊക്കെ ഏകദേശം ഒപ്പിച്ചു കഴിഞ്ഞു. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്തോ സ്കാനിംഗ് റിപ്പോർട്ടിന്റെ കാര്യം ഈ ഡോക്ടർ സീനിയർ ഡോക്ടറിനോട് പറയുമ്പോഴോ ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല എന്നുള്ള കാര്യമാണ് സീനിയർ ഡോക്ടർ പറയുന്നത്. സത്യത്തിൽ ഇവർ കാണിക്കാൻ വന്ന ഡോക്ടറിലെ അയാളൊരു ഫേക്കാ. അയാൾക്കൊന്നും തന്നെ അറിയത്തേയില്ല. തന്റെ കള്ളത്തരം മറ്റുള്ളവർ അറിയുമോ എന്ന് പേടിച്ച ഡോക്ടറാണെങ്കിലോ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ എല്ലാം നേരെയായിരിക്കുന്നു. ആദ്യത്തെ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിലും ഇപ്പോൾ എല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇതൊരു മെഡിക്കൽ മിറാക്കിൾ ആണെന്നുള്ള രീതിയിലാണ് അവരോടൊക്കെ സംസാരിക്കുന്നത്. അതവർ രണ്ടുപേരും വിശ്വസിക്കും. സന്തോഷത്തോടു കൂടിയാണ് ജാക്കിയും ജാനകിയും വീട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ജാക്കിയുടെ ചിന്ത ഒരുപാട് കാശ് ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് പലരുടെയും കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടല്ലോ, ആ കാശെല്ലാം തിരികെ കൊടുക്കണം എന്നതായിരുന്നു. എന്നാൽ ജാനകി പറയുന്നത്, ദൈവമായിട്ടാ നമുക്ക് ഈ ഒരു കാശ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ കാശ് നമുക്കുള്ളതാണ്. നിനക്ക് ആവശ്യമുള്ള കാശെടുത്ത് നീ സിനിമയുടെ കാര്യത്തിന് ഉപയോഗിക്ക്, ബാക്കിയുള്ള കാശ് നമുക്ക് പലിശയ്ക്ക് കൊടുക്കാമെന്നുള്ള കാര്യവും ജാനകി പറയുന്നു. അങ്ങനെ അതിനും ജാക്കി സമ്മതിക്കുകയാണ്. മറ്റൊരു വശത്ത് പതിവ് പോലെ ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് എത്തിയതായിരുന്നു ശരവണൻ. അവിടെ വെച്ച് ശരവണന്റെ സ്ഥിരം കൂട്ടുകാരനെ കാണുന്നു. അപ്പോഴാണ് അവൻ കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം ശരവണന് പറഞ്ഞു കൊടുക്കുന്നത്. ആ പയ്യൻ വർക്ക് ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് കമ്പനിയിലാണ്. ഈ ട്രേഡിംഗ് കമ്പനിയിൽ ഒരുപാട് പേർ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏകദേശം 65% പ്രോഫിറ്റും കിട്ടാറുണ്ട്. നിങ്ങളും കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യം ആ പയ്യൻ പറയുന്നു. അതനുസരിച്ച് ഇത് കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ച ശരവണനാണെങ്കിലോ നേരെ തന്റെ ഓഫീസിലേക്ക് എത്തിയിട്ട് അവിടെ പതിവ് പോലെ ജോലിക്കിരിക്കുകയാണ്. എന്നാൽ ബില്ല് വരുന്ന മെഷീനിൽ അവൻ ചെറിയൊരു ഇരുമ്പ് വസ്തു നിക്ഷേപിക്കുന്നു. അത് നിക്ഷേപിച്ചതോടുകൂടി ആ ഒരു മെഷീൻ കംപ്ലൈന്റ് ആവുകയാണ്. അയ്യോ സാറേ, ഇത് കംപ്ലൈന്റ് ആണല്ലോ, ബില്ലടിക്കുവാനായി പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യം തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനോട് ശരവണൻ പറയുന്നു. ആണോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീ മാനുവലായിട്ട് എഴുതിയും കൊടുക്ക്, ബില്ല് പിന്നെ നമുക്ക് നോക്കാം, എന്നിട്ട് കാശ് കൊണ്ടുവന്ന് പേ ചെയ്താൽ മതിയെന്നും ഓഫീസർ പറയുന്നു. അതനുസരിച്ച് അവൻ ബില്ലെഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് തുടർന്നു കൊണ്ടേയിരുന്നു. ഒരുപാട് കാശ് അവൻ ഒപ്പിക്കുകയാണ്. വൈകുന്നേരം പോകുന്ന സമയമാകുമ്പോൾ ആ ഒരു മെഷീനിൽ ഉപയോഗിച്ച ഇരുമ്പ് ദണ്ടെടുത്ത് മാറ്റിയിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നതും. കിട്ടിയ കാശെല്ലാം കൊണ്ടുവന്ന് തന്റെ കൂട്ടുകാരനെ ഏൽപ്പിക്കുന്നു. ട്രേഡിംഗിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും അവൻ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാകുവാനായും തുടങ്ങി. അവൻ ഈ ഒരു പരിപാടി തുടർന്നു കൊണ്ടേയിരുന്നു. പ്രോഫിറ്റ് കൂടി സ്വന്തമായിട്ട് വണ്ടി എടുക്കുക, അങ്ങനെ അവന്റെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണ്. കടങ്ങളെല്ലാം അവൻ തീർത്തു. കറണ്ട് ബില്ലടയ്ക്കുവാൻ കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ ശരവണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശരവണന് അത് പോരാ, സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കണമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ ശരവണൻ ആരംഭിച്ച ബിസിനസ് എന്തെന്നാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങുക, എന്നിട്ടത് ഇരട്ടിയാക്കി കൊടുക്കുക. ഇത് തന്നെയായിരുന്നു ശരവണൻ ചെയ്ത ജോലി. എന്നാൽ അവന്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായി എത്തിയത് മിത്രയും ജാക്കിയും ഒക്കെയായിരുന്നു. മിത്രയും ബിസിനസ് ചെയ്യുകയാണല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന കാശും പിന്നെ ജാക്കിയുടെ കൈവശം ഇരിക്കുന്ന കാശും അതും കൊണ്ടുവന്ന് ശരവണന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ശരവണനാണെങ്കിലോ ആ കാശെല്ലാം കൊണ്ടുവന്ന് തന്റെ സുഹൃത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സുഹൃത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നല്ല രീതിക്ക് ശരവണൻ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ശരവണൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആ ബെസ്റ്റ് ഫ്രണ്ട് നല്ല കാശുകാരനാണ്. ആ കൂട്ടുകാരനും ഒരു ബിസിനസ് നടത്തുന്നു. അതും ഇതുപോലെ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ശരവണനോട് കൂട്ടുകാരൻ പറയും, നീ ഒരു 10 കോടി രൂപ എനിക്ക് തന്നാൽ ഞാനതൊരു 15 കോടിയാക്കി നിനക്ക് തിരിച്ചു തരാമെന്നും കൂട്ടുകാരൻ പറയുന്നു. കൂട്ടുകാരൻ തന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരട്ടിപ്പിക്കാനുള്ള പരിപാടിയാണ്. കൂട്ടുകാരനെ വിശ്വസിച്ച് 10 കോടി രൂപയാണ് ശരവണൻ കൂട്ടുകാരനെ ഏൽപ്പിക്കുന്നത്. കൂട്ടുകാരനാണെങ്കിലോ അതുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ദിവസം ശരവണൻ അറിയുന്നത് കൂട്ടുകാരൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ്. 10 കോടി രൂപ എവിടെ പോയി എന്നുള്ള കാര്യവും ശരവണൻ അറിയത്തില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ശരവണൻ ചിന്തിക്കുന്നു. കൂട്ടുകാരൻ എന്താണ് സംഭവിച്ചെന്നും ശരവണൻ അറിയത്തേയില്ല. കൂട്ടുകാരന്റെ അച്ഛനടുത്ത് പോയിട്ട് കാശ് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. കൂട്ടുകാരൻ മരിച്ചതോടുകൂടി ശരവണന്റെ അവസ്ഥ ആകെ അധോഗതിയായി. മിത്രയ്ക്കും കാശൊന്നും കിട്ടുന്നില്ല, ഒപ്പം യോഗിക്കും. ഈ മിത്രയും ഒരുപാട് കാശ് ശരവണന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നല്ലോ. സത്യത്തിൽ അതെല്ലാം മറ്റുള്ളവർക്ക് വാടക കാശ് കൊടുക്കാനുള്ളതായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാടക കാശൊന്നും ചെല്ലാത്തത് കൊണ്ട് തന്നെ ഓണർമാർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതോടുകൂടി മിത്ര ഒരു പറ്റിപ്പുകാരിയാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. അതുപോലെ തന്നെയാണ് ജാക്കിയും ട്രസ്റ്റിന്റെ പേരിലാണ് കാശ് പലിശയ്ക്ക് കൊടുത്തുകൊണ്ടേയിരുന്നതും. എന്നാൽ ഇപ്പോൾ ആ കാശുമില്ല, ഈ ഒരു ട്രസ്റ്റ് വെറും പറ്റിപ്പാണെന്നും എല്ലാവരും വിശ്വസിച്ചു തുടങ്ങി. ആകെ പ്രശ്നം. യോഗിയും മിത്രയുമൊക്കെ ശരവണനടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. വലിയ പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ ശരവണനെയും മിത്രയെയും ജാക്കിയെയും ജാനകിയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. കാശിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മിത്ര പറയുന്നത് ശരവണന്റെ കയ്യില്, ജാക്കി പറയുന്നതും ശരവണന്റെ കയ്യില്, ശരവണൻ പറയുന്നതോ കാശെല്ലാം എന്റെ കൂട്ടുകാരന്റെ കയ്യിലും, കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി എന്നതൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർക്കും ആകെ കൺഫ്യൂഷൻ. ജനങ്ങളും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടേക്ക് എത്തുകയാണ് കല്യാണ സുന്ദരം എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, കാശിന്റെ കാര്യം ഇവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇവരെ അങ്ങ് എൻകൗണ്ടർ ചെയ്യാമെന്നും കല്യാണ സുന്ദരം പറയുന്നു. ഈ ഒരു കാര്യം ശരവണൻ കേൾക്കുകയാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, ഇവർ നമ്മളെ കൊല്ലുമെന്ന് പേടിച്ച് ശരവണൻ അവിടെയുണ്ടായിരുന്ന പോലീസുകാരെ എല്ലാവരെയും അടിച്ചിട്ടിട്ട് മിത്രയും ജാക്കിയും ജാനകിയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. രാത്രി സമയമായിരുന്നു. കിട്ടിയ ലോറിയിലാണ് അവർ കയറി പോകുന്നതും. ആ ലോറി പോകുന്നത് കർണാടകയിലേക്ക്. നിങ്ങളൊരു കാര്യം നിങ്ങൾ 3 പേരും വീട്ടിലേക്ക് പൊയ്ക്കോ, ഞാൻ കാശൊപ്പിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ കാശെല്ലാം തിരികെ തരാമെന്നും ശരവണൻ പറയുന്നു. പക്ഷേ അത് വിശ്വസിക്കുവാനായിട്ട് മിത്രയും ജാക്കിയും കൂട്ടാക്കിയില്ല. ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വരികയാണെന്നും മിത്രയും ജാക്കിയും പറയുന്നു. അങ്ങനെ അവർ നേരെ എത്തിയത് കർണാടകയിലാണ്. ചെന്നൈയിൽ അവർ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടാണ് കർണാടകയിലേക്ക് ചെന്നത്. പക്ഷേ കർണാടകയിലെത്തി ഒരു കുടുംബമായിട്ട് അവരവിടെ ജീവിക്കുവാനായും തുടങ്ങി. ശരവണന്റെ ഭാര്യയാണ് മിത്ര എന്നവിടെ പറഞ്ഞു. മാത്രവുമല്ല ശരവണന്റെ സഹോദരനാണ് ജാക്കി, അമ്മയാണ് ജാനകി. ഇങ്ങനെയാണ് അവിടെ എല്ലാവർക്കും അറിയാവുന്നത്. കർണാടകയിലെത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും മിത്ര പ്രസവിക്കുകയും ചെയ്തു. മിത്രയ്ക്കൊരു ആൺകുട്ടിയും ജനിക്കുകയാണ്. ആ കുട്ടിയാണ് ജീവ. മിത്രയ്ക്ക് ഈ കുഞ്ഞു ജനിച്ചത് എങ്ങനെയെന്നാൽ മിത്രയ്ക്കൊരു മുൻകാല കാമുകനുണ്ടായിരുന്നു. ആ കാമുകൻ വഴിയാണ് മിത്ര ഗർഭിണിയായത്. പിന്നീടാണ് അയാൾ നല്ലവനല്ല എന്നുള്ള കാര്യം മിത്രയ്ക്ക് മനസ്സിലായതും അയാളുമായിട്ടുള്ള ബന്ധം അവൾ ഉപേക്ഷിച്ചത് തന്നെ. മിത്രയ്ക്ക് ജനിച്ച കുട്ടിയില്ലേ ജീവ, അവനെയാണിപ്പോൾ ആരോ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നതും. അങ്ങനെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ജീവയെ കൊണ്ടുപോയ ആളിന്റെ മുഖം അവർ കാണുന്നു. അത് മറ്റാരുമല്ല, പോലീസ് ഉദ്യോഗസ്ഥനായ കല്യാണസുന്ദരൻ തന്നെയാണ്. അയ്യോ, ഇയാളാണോ? അപ്പോൾ പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അയാൾ ജീവയെ കടത്തിക്കൊണ്ടു പോയതെന്നും ശരവണനും മിത്രയും ജാക്കിയും ജാനകിയും ഒക്കെ ചിന്തിക്കും. കല്യാണസുന്ദരമാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കിയ 4 പേരും കല്യാണസുന്ദരത്തെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നു. സാറേ, ഇവരെ 3 പേരെയും വെറുതെ വിടണം. ഞാൻ കാരണമാണ് അവർ രക്ഷപ്പെട്ടത്. ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഞാൻ തന്നെയാണെന്നും ശരവണൻ പറയുന്നു. എന്നാൽ അവിടെയാണ് കല്യാണസുന്ദരം ആരാണെന്നുള്ളത് നമ്മളെ കാണിക്കുന്നത്. സത്യത്തിൽ അയാൾ ഒരു ഫ്രോഡാണ്. അയാളാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അന്ന് എൻകൗണ്ടർ ചെയ്യുന്നുവെന്ന് അവരെ കേൾക്കെ പറഞ്ഞതെല്ലാം കല്യാണസുന്ദരം തന്നെയാണ്. അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുമല്ലോ. അവർ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ കല്യാണസുന്ദരത്തിന് ഉപയോഗം വരുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. അയാളുടെ ഉദ്ദേശം എന്തെന്നാൽ ഒരുപാട് കാശ് അയാൾക്ക് വേണം. കാശിനു വേണ്ടിയിട്ട് എന്തിനും മടിയില്ലാത്ത ഒരാളാണ് ഈ കല്യാണസുന്ദരം. കല്യാണസുന്ദരം പറയുന്നത്, എനിക്ക് കാശ് വേണം, നിങ്ങളെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. മരിക്കും വരെ എനിക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാശ് നിങ്ങൾ കൊണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് കല്യാണസുന്ദരം വിരട്ടുന്നത്. അവരെ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുവാനായിട്ട് ഒരു പ്ലാൻ ഒപ്പിച്ചത് തന്നെ കല്യാണസുന്ദരമാണ്. കല്യാണസുന്ദരം കാശൊപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതിനു മുൻപ് ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധിയുള്ള ടീം ശരവണനും ടീമും മാത്രമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തതും. എന്നാൽ അത് കേട്ട് ശരവണൻ പറയുന്നത്, ഓക്കെ, സാറ് പറഞ്ഞതുപോലെ കാശ് കൊണ്ടുതരാം, പക്ഷെ അതിന് കുറച്ച് സമയം വേണം. എന്താണ് ഐഡിയ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സമയം വേണമെന്നും ശരവണൻ ആവശ്യപ്പെടുന്നു. അതുവരെ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തരുതെന്നും ശരവണൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവർ ആളുകളെ പറ്റിച്ച് എങ്ങനെ കാശുണ്ടാക്കാമെന്ന പ്ലാനൊക്കെ ചെയ്യുന്നു. കല്യാണസുന്ദരത്തെ കാണാൻ കർണാടകയിൽ നിന്നും ചെന്നൈയിലേക്ക് വരുന്ന സമയത്ത് ഇവരൊരു ടോൾ ഗേറ്റ് കണ്ടിരുന്നു. ആ ടോൾ ഗേറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഒരുപാട് വണ്ടികൾ ഫ്രീ ആയിട്ടാണ് അതുവഴി പോയിക്കൊണ്ടേയിരിക്കുന്നതും. ആ ടോൾ ഗേറ്റ് എടുത്ത് നടത്തിയാൽ എന്താ എന്നുള്ള ഐഡിയ ശരവണൻ പറയുന്നു. അതെങ്ങനെ നടത്താനാ? അതൊക്കെ ടെൻഡർ പിടിക്കണം, അതൊക്കെ ഒരുപാട് പുലിവാലാണെന്നുള്ള കാര്യവും ശരവണനോട് ജാക്കി പറയുമ്പോഴോ നമ്മൾ ടോൾ ഗേറ്റ് നടത്തുന്നത് പോലെ അഭിനയിക്കുന്നു. എന്നിട്ട് പോകുന്ന വണ്ടികളിൽ നിന്നും കാശൊപ്പിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാശ് വരുമ്പോൾ നമ്മൾ അത് നിർത്തുന്നു എന്നുള്ള കാര്യം ശരവണൻ പറയുകയാണ്. പക്ഷേ ഇത് ഒരുപാട് ഗുലുമാലാണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. എന്നാൽ അതുപോലെ അഭിനയിക്കുവാനായിട്ടും അവർ തീരുമാനിക്കും. പക്ഷേ
ടോൾ ഗേറ്റ് മാത്രം നടത്തിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാശൊന്നും ഒപ്പിക്കാൻ കഴിയില്ല. അതിന് ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യവും ശരവണൻ പറയും. അതേ സമയമായിരുന്നു ശരവണൻ ഒരു കാര്യം ഓർമ്മ വരുന്നത്. ശരവണനോട് അവന്റെ മറ്റൊരു ഫ്രണ്ടാണെങ്കിൽ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ പെട്രോൾ വേണം. പക്ഷേ പെട്രോൾ ഇല്ലാതെ വെള്ളത്തിൽ ജനറേറ്റർ പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനൊരു ബിസിനസിന്റെ പ്ലാൻ തനിക്കുണ്ടെന്നുള്ള കാര്യം കൂട്ടുകാരൻ പറഞ്ഞ കാര്യം ശരവണൻ ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ശരവണൻ തീരുമാനിക്കും. ഈ ഒരു വിവരം വന്ന് കല്യാണ സുന്ദരത്തോട് പറയുകയാണ്. കല്യാണ സുന്ദരവും ആ ഒരു ഐഡിയ ഓക്കെ പറയുകയാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ടോൾ ഗേറ്റ് ആരംഭിക്കുന്നു. ആർക്കും സംശയമൊന്നുമില്ല. അതുവഴി ഒരു മാസം കൊണ്ട് ലക്ഷങ്ങളാണ് അവർ സമ്പാദിച്ചത്. മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയൊക്കെ അവർ ആരംഭിക്കുന്നുമുണ്ട്. പോലീസുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് അവരതൊക്കെ ചെയ്തത്. അങ്ങനെ ടോൾ ഗേറ്റ് വഴി സമ്പാദിച്ച കാശെല്ലാം കൊണ്ട് നേരെ വരുന്നത് കല്യാണ സുന്ദരത്തെ കാണുവാൻ വേണ്ടിയിട്ട്. സാറേ, ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ദേ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്നു. ഈ കാശ് സാറ് ഞാൻ പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ആ ജനറേറ്ററിന്റെ കമ്പനിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സാർ ഈ കാശെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സാറിന് കോടിക്കണക്കിന് കാശ് ജീവിതകാലം മുഴുവൻ സമ്പാദിക്കാൻ കഴിയുമെന്നും ശരവണൻ പറയുന്നു. ജീവയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്ന സമയത്താണ് കല്യാണ സുന്ദരത്തിന്റെ സ്വഭാവം മാറുന്നത്. അയാൾ ദേ തോക്കെടുത്ത് മുന്നിൽ വെക്കുന്നു. നിങ്ങൾ എന്താ കരുതിയിരുന്നത്? എനിക്ക് നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. പക്ഷേ നിങ്ങളെ കാരണം ഭാവിയിൽ ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? അതുകൊണ്ട് നിങ്ങൾ 4 പേരും ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് തോക്കെടുത്ത് വെക്കുന്നതും. അത് കണ്ട് ശരവണനൊക്കെ ആകെ ഞെട്ടിപ്പോകുന്നു. കല്യാണ സുന്ദരം അവരുടെ കഥ കഴിക്കാൻ പോവുകയാണെന്ന് ശരവണന് മനസ്സിലായി. സാർ, അവസാനമായിട്ട് ഞാൻ എന്റെ മകനോടൊന്ന് സംസാരിച്ചോട്ടെ, എനിക്ക് അവനെ ഒന്ന് കോൾ ചെയ്ത് തരുമോ എന്ന് ശരവണൻ ചോദിക്കുമ്പോഴോ ജീവയ്ക്ക് കോൾ ചെയ്ത് കൊടുക്കുകയാണ്. ജീവ വീൽ ചെയറിൽ ഇരിക്കുന്ന സമയം ജീവയ്ക്ക് കോൾ വന്നപ്പോൾ ശരവണൻ ചോദിക്കുന്നത്, നിന്റെ അടുത്ത് എത്ര പേരുണ്ട്? 2 പേരച്ഛാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ എന്ന് പറഞ്ഞതും വീൽ ചെയറിൽ നിന്ന് ജീവ എഴുന്നേറ്റ് ദേ ഓടുന്നു. അവന് കാലിനൊരു പ്രശ്നവുമില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ കർണാടകയിലേക്ക് ഇവർ 5 പേരും വരുന്ന സമയത്ത് അവന് നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്നായിരുന്നു മിത്രയുടെ ആഗ്രഹം. പക്ഷെ അവിടുത്തെ സ്കൂളുകളിലെല്ലാം റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടൂ. ഒരുപാട് അവർ ട്രൈ ചെയ്തു നോക്കി. പക്ഷേ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതെ നിന്ന സമയമാണ് കുട്ടി അവിടെ അയ്യോ എനിക്ക് കാല് വയ്യ എന്ന് പറയുന്നത് അവിടുത്തെ പ്യൂൺ കേൾക്കുന്നത്. അയ്യോയോ, അപ്പോൾ നിങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നതാണോ? എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് പ്യൂൺ പറഞ്ഞതും ശരവണൻ അതൊരു ഐഡിയ ആയിട്ട് ഉപയോഗിച്ചു. പിന്നീട് അങ്ങോട്ട് ആ കുട്ടിയെ വീൽ ചെയറിലിരുത്തിയാണ് സ്കൂളിലേക്ക് കൊണ്ടുവന്നതും. അങ്ങനെയാണ് അവന് അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ എല്ലാവരുടെയും മുന്നിൽ ജീവ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. ഇവർക്ക് മാത്രമേ അറിയാവൂ ജീവയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ശരവണൻ പറഞ്ഞ ഉടനെ തന്നെ ജീവ എഴുന്നേറ്റ് ഓടിയതും. പക്ഷേ ഇവർ അപ്പോഴേക്കും കല്യാണ സുന്ദരത്തിനിട്ടും ഒരു പണി വെച്ചിരുന്നു. എന്തെന്നാൽ കല്യാണ സുന്ദരമാണ് ആ ഒരു ടോൾ ഗേറ്റ് പറ്റിപ്പിന് പിന്നിലെന്നുള്ളതെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. അന്ന് കല്യാണ സുന്ദരത്തിനോട് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് കല്യാണ സുന്ദരം അതെല്ലാം എസ് വെക്കുന്നതെല്ലാം അവർ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ആ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തതും ആ ഒരു എഗ്രിമെന്റും കൊണ്ടുവന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരെ കാണിക്കുകയുണ്ടായി. അതോടുകൂടി ഈ ഒരു പറ്റിപ്പിന് പിന്നിൽ കല്യാണ സുന്ദരമാണെന്ന് പോലീസുകാർ വിശ്വസിക്കുകയും ദേ ഇപ്പോൾ പോലീസുകാർ കല്യാണ സുന്ദരത്തിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടും വരികയാണ്. ഉടനെ തന്നെ 4 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. കല്യാണ സുന്ദരത്തിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കല്യാണ സുന്ദരത്തിനൊപ്പം ഉണ്ടായിരുന്ന സകല രാഷ്ട്രീയക്കാരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ശരവണനും കൂട്ടരും നേരെ പോയത് ജീവയെ ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ദേ ജീവ ഓടി വരുന്നു. ജീവ ഓടി വന്നതും ആദ്യം കെട്ടിപ്പിടിച്ചത് ശരവണനെയാണ്. അവന് ശരവണൻ എന്ന് വെച്ചാൽ ജീവന. അവന്റെ സ്വന്തം അച്ഛനല്ല ശരവണൻ. എങ്കിൽ പോലും കുട്ടിക്കാലം മുതലേ അവൻ അച്ഛ എന്ന് വിളിച്ചിരുന്നത് ശരവണനെയാണ്. ശരവണനോട് ജീവയ്ക്കുള്ള സ്നേഹം മിത്രയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ അവർ 5 പേരും അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവരുടെ കൈവശം ആ ഒരു ടോൾ ഗേറ്റ് വഴി പറ്റിച്ച ലക്ഷക്കണക്കിന് തുകയുമുണ്ട്. അത് കല്യാണ സുന്ദരത്തിന് കൊടുത്തതേയില്ല. അവർ 5 പേരും ഒരു കുടുംബമായി മാറിയത് കൊണ്ട് തന്നെ ഈ കാശും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് കരുതി അവർ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവർക്കടുത്തേക്ക് ശരവണനെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിച്ച കൂട്ടുകാരനില്ലേ, ആ കൂട്ടുകാരൻ വരികയാണ്. ഈ കൂട്ടുകാരൻ കാരണമാണ് ആദ്യം ശരവണൻ കാശുകാരനായി മാറിയതും. അങ്ങനെ ആ ഒരു കൂട്ടുകാരനും ഇവർക്കൊപ്പം ചേരുകയാണ്. 6 പേരും ചേർന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.